വീട്ടിലൊക്കെ ഇങ്ങനെ കല്യാണം, കുട്ടികളാദ്യ കുർബാന, അങ്ങനെ ബർത്ത്ഡേയൊക്കെ വരുമ്പോ നമ്മളമ്മമാരൊക്കെ സാധാരണ എല്ലാവരും കൂടി ആടണം പോലെ ആടും. ആന്റിയുടെ മധുരക്കിനാവിൻ ലഹരിയിൽ ആ പാട്ടാണ് നമ്മളെല്ലാവരും സ്ക്രീനിൽ ഓൾറെഡി കണ്ടത്. അപ്പൊ ഞാൻ ആന്റിയോട് ചോദിച്ചു ഡാൻസ് നമുക്ക് വേണ്ടി കളിക്കാമോ എന്ന്. അപ്പൊ കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആന്റി ഏത് ഡാൻസ്, ഏത് പാട്ട് വേണം? അതിലിപ്പോ ഇനി ഒരു മധുരക്കിനാവോ അല്ലെങ്കിൽ വേറൊരു പാട്ടോ ഏത് വേണമെങ്കിലും മോളുടെ ഇഷ്ടത്തിൽ ആടിക്കണം. ഏത് പറഞ്ഞാലും ആന്റി കളിക്കാൻ റെഡിയാണ്. അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഈ ഒരു എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് ആന്റിയുടെ ഒരു ഡാൻസും കൂടെ കാണാം. ഞാനിത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ആ ഡാൻസ് ഒന്ന് കാണിച്ച ആന്റിയുടെ ആ മനസ്സ്, അതാണ് എനിക്ക്. ആന്റി താങ്ക് യു സോ മച്ച്. ഹായ് ഹലോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പം ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ആന്റിയാണ്. ഈ ഒരു പ്രായത്തിൽ അത്ര എനർജറ്റിക് ആയിട്ട് ഒരു പബ്ലിക്കിൽ ഡാൻസ് കളിച്ച് വൈറലായ ഒരു ആന്റിയാണ്. അപ്പം ഞാനിങ്ങനെ അടുത്ത് വരെ വന്നപ്പം എന്താണേലും ആന്റിയെ കാണണമെന്ന് വിചാരിച്ച് വന്നതാണ്. ആന്റിയുടെ പേരെന്താ? എന്റെ പേര് ലീലാമ്മ ജോൺ. ലീലാമ്മ ജോൺ. എങ്കിലും ഞാൻ കേട്ടു ഒരു നാടക നടനായിരുന്നു. അപ്പം കുടുംബം മൊത്തം ഒരു കലാ കുടുംബമാണ്. ആന്റി ഡാൻസ്, അതേപോലെ തന്നെ ആന്റിയുടെ മകൻ ഞാൻ ഇവിടെ വന്ന് കണ്ടാണ്. മകനാണ് ആന്റിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ആ ഒരു സപ്പോർട്ട് കൊടുക്കാനും ആ കലയിലേക്ക് ആന്റീനെ കൂടുതലും ആൾക്കാരിലേക്ക് കൊണ്ടുവരാനൊക്കെ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്ന ഒരാൾ ആന്റിയുടെ മകനാണ്. ഞാനിവിടെ നേരിട്ട് വന്ന് കണ്ടൊരു കാര്യമാണ്. അപ്പം എന്താണേലും ചേട്ടനെയും കൂടെ നമുക്കൊന്ന് ഫ്രെയിമിൽ കാണിക്കാം. ചേട്ടാ ഒന്ന് വരാമോ? പിന്നെ 2 മക്കളും പെൺമക്കളും കലാകാരികളാണ്. അവര് ഡാൻസ് ഉണ്ട്, ഡാൻസിന്റെ ആൾക്കാരാണ്. ഫുൾ ഫാമിലി കലാപരമായിട്ട് കഴിവുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ശരിക്കും മുന്നിലേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത്. അപ്പം അതേപോലെ തന്നെ ആന്റിയുടെ ബാക്ക് ബോൺ ആയ ചേട്ടൻ മോനെ ഒന്ന് ഞാൻ വിളിക്കുവാണ്. ചേട്ടാ ഒന്ന് വരാമോ? ചേട്ടന്റെ പേര്? സന്തോഷ്. ചേട്ടനും ഈ മിമിക്രി ഒക്കെ എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ കോമഡി ഉത്സവത്തില് വന്നിട്ടുള്ള ഒരാളും കൂടെയാണ് സന്തോഷ് ചേട്ടൻ. ഓക്കെ. അപ്പം സന്തോഷ് ചേട്ടനാണ് ആന്റിയുടെ ഈ ഒരു കഴിവ് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു. ആൻഡ് ഇവിടെ ആന്റി ഡാൻസ് കളിക്കാനായിട്ട് പാട്ട് പറയുന്നതും ആ ഡാൻസിന്റെ സ്റ്റെപ്സ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ചേട്ടനാണ്. ആന്റി അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ പാട്ടിടുമ്പോ തന്നെ ഡാൻസ് കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ആന്റിയാണ്. താങ്ക് യു സോ മച്ച് ആന്റി നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വന്നതിന്. പിന്നെ ഒരാളുണ്ട്, എന്റെ മരുമോളുണ്ട്. ആള് കൂടി ഇല്ല, അത് പണിക്ക് മരുമോളും ഡാൻസ് ഒക്കെ കളിക്കില്ല. പുള്ളിക്കാരത്തി കലയോട് അങ്ങനെ ഇല്ല, പക്ഷെ സപ്പോർട്ടാണ്. അപ്പം താങ്ക് യു ചേട്ടാ. താങ്ക് യു ആന്റി. ആന്റി എപ്പോഴാണ് ഈ ഡാൻസിനോടുള്ള ഒരു ഇഷ്ടവും ഒക്കെ വന്നത്? നമ്മള് കുറച്ച് നാള് ഒരു മാതര പ്രായത്തിന് മുന്നേ ചെറുപ്പത്തിലൊക്കെ ഒരു എന്താ ഡാൻസൊക്കെ ആയിട്ടൊക്കെ നീങ്ങുമല്ലോ. അല്ലാണ്ട് ഇപ്പറായിട്ടൊന്നും ഇല്ല. പിന്നെ ഈ പ്രായമായ പിന്നെയാണ് ഡാൻസിനോട്
ഒരു താല്പര്യം തോന്നി. ആ തള്ളമാരെ ഇവിടെ ആടാന്നൊക്കെ തോന്നിയത്. അപ്പൊ തള്ളമാരുടെ സമയത്ത് ഉണ്ടായില്ല, പിള്ളമാരെ ഉണ്ടായുള്ളൂ ആടാൻ. അല്ല ഇവിടെ ആടി. അപ്പൊ ആദ്യമായിട്ടാണ് ആന്റി ഒരു പബ്ലിക് സ്ഥലത്ത് കളിക്കുന്നത്, അതോ നേരത്തെ കളിച്ചിട്ടുണ്ടോ? പബ്ലിക്കില് നമ്മുടെ വീടിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ കല്യാണം, കുട്ടികൾ ആദ്യ കുർബാന, അങ്ങനെ വൃത്തികളൊക്കെ വരുമ്പോ നമ്മളമ്മമാരൊക്കെ സാധാരണ എല്ലാവരും കൂടി ആടണം പോലെ ആടും. അപ്പൊ ലാസ്റ്റ് അതങ്ങനെ ആയിട്ട് തീർക്കുള്ള പരിപാടികളൊക്കെ. അപ്പൊ അമ്മമാരുണ്ടാവും, അപ്പൂപ്പന്മാരും ഉണ്ടാവും, മക്കളും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അതൊരു പ്രത്യേക രസമാണ് കാരണവരൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നീങ്ങും. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ ഇന്നൊരു സ്ഥലത്ത് കല്യാണത്തിന് പോയിട്ട് ഇങ്ങനെ പലയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മക്കളെടുത്തോലും ആടിയ മക്കള് ആടിയപ്പോ ഞാൻ ആ സ്റ്റേജിൽ കയറി എന്റെ അമ്മ പറഞ്ഞിട്ടൊക്കെ കയറി ഞാൻ പറഞ്ഞിട്ടുണ്ടാവല്ലോ. മോളെ ഞാൻ തന്നെ അപ്പൊ എടുത്തതാണ്. അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റെപ്പ് ഒന്നും ഞാൻ അങ്ങനെ ഇല്ല. ആ സമയത്ത് എന്റെ ഉള്ളില് എന്ത് സ്റ്റെപ്പ് തോന്നണ്, അങ്ങോട്ട് ചെരിയണം, അങ്ങോട്ട് ചെരിയ, ഇങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടുക, അത്രേ ഉള്ളൂ. അങ്ങോട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ ഉള്ളില് നമുക്കൊരു കല വന്നപ്പോ ആ കലയോട് അതിന് പുറത്തോട്ട് കാണിച്ചെന്നുള്ളൂ, അത്ര തന്നെ. എന്നാലും ഈ ഒരു ആന്റിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 65 വയസ്സാവുമോ? അതെ, ഇപ്പൊ പലരും എനിക്ക് തോന്നുന്നു ഒരു 60 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അവർ സിക്കാണ്, ശരീരമായിട്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്ന ഒരു ജനറേഷൻ ആണ് ഇപ്പൊ. പക്ഷെ ഈ ഒരു ഏജിലും ഇത്ര എനർജറ്റിക് ആയിട്ട് ആന്റി കളിച്ചത് കണ്ടപ്പോഴാണ് ആന്റിന്നൊന്ന് ആന്റിനെ കാണണമെന്ന് തോന്നി. അങ്ങോട്ടും കണ്ണേറെ വെട്ടിക്കണെങ്കിലും എന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത് ദൈവത്തിന്റെ ഏത് പാട്ടിട്ട് എന്നാലും ആന്റി കളിക്കും. അതിനെന്താ മോളെ, നമുക്ക് ഏത് പാട്ടിനും നമുക്ക് ആ ഒരു സ്പീഡ് പാട്ടുണ്ടല്ലോ, അതല്ലാണ്ട് ഒരു തളർന്ന രീതിയിലുള്ള പാട്ടൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഉത്സാഹക്കുറവുണ്ടാവും. എന്തിനും ഒരു താളക്കൊഴുപ്പുള്ള പാട്ടിനോട് നമുക്കൊരു ഉത്സാഹം തോന്നുള്ളൂ. ഏത് പാട്ടിടുമ്പോൾ ആടും. അപ്പൊ ആ ശൈലികളൊക്കെ ഒന്ന് വേറെ ആയി പോകുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ അടിച്ചുപൊളി പാട്ടിൽ എപ്പോഴും നല്ലത്. അപ്പൊ എന്നാ ഒരു ഡാൻസ് സ്റ്റെപ്പ് നമുക്ക് വേണ്ടിട്ടൊന്ന് കളിക്കാവോ? അതിനെന്താ കുഴപ്പമില്ല, പാട്ടിട്ട് തരണോ? സന്തോഷമായി ആന്റീനെ വന്ന് ഇവിടെ കണ്ടതും ഫാമിലിനെ ഒക്കെ കണ്ടത്. ഈ ഒരു ഏജിലും ഇത്ര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനത്തുള്ള കഴിവുള്ള ആൾക്കാരെയാണ് നമ്മൾ മോർ ഓഡിയൻസിലേക്ക് എത്തിക്കേണ്ടത്. അപ്പം നമുക്കും ഒരു മാതൃകയാണ്. ഈ ഒരു ഏജിൽ നമ്മൾ പരാതി പറയുന്നതാണ്, അയ്യോ എനിക്ക് അവിടെ വേദന എടുക്കുന്നു, ഇവിടെ വേദന എടുക്കുന്നു. പക്ഷേ ഈ ഒരു 65 ഇയേഴ്സിലും ഇത്ര എനർജറ്റിക് ആയിട്ട് അത് ആ കഴിവ് ഇനിയും പുറത്ത് കൊണ്ടുവരണം, കൂടുതൽ പെർഫോമൻസ് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു ആൻറ്റിയും കൂടെയാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് നടക്കത്തുള്ളൂ. അപ്പം ഷോ സം സപ്പോർട്ട് ആൻഡ് ലവ് ആൻഡ് പ്ലീസ് കമൻറ്റ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യേണ്ടതാണ്. താങ്ക് യു സോ മച്ച്.